നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിന് 100 ഇരട്ടി സന്തോഷ അച്ചമ്മയ്ക്കിപ്പോ. എന്റെ പ്രാർത്ഥനകൾ കേട്ടു, ചാമുണ്ടേശ്വരി കേട്ടു. സന്തോഷിക്കണം മക്കളെ, ദുഃഖമൊക്കെ ഒരു വഴിക്കങ്ങ് പോവും. സന്തോഷിക്കേണ്ട കാര്യം തന്നെയല്ലേ ഇത്? എന്താ അമ്മേ, എന്താ കാര്യം? ലക്ഷ്മി, ഒരു നല്ല വാർത്തയുണ്ട്. നീ മുത്തശ്ശിയാവാൻ പോവാ. അതേന്നെ, മാലതിക്ക് വിശേഷമുണ്ട് ലക്ഷ്മി. ആണോടി മോളെ? ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞു അല്ലേ? എന്നാലും സൂക്ഷിക്കണം. ശ്രീദേവിയും കൃഷ്ണനും ഒക്കെ കാര്യം വിളിച്ചു പറഞ്ഞോ? ആദ്യം ഞങ്ങളിത് പറയുന്നത് അച്ഛമ്മയോടാ, സുന്ദരിയോട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാലും അത് അങ്ങനെയല്ലല്ലോ. ശ്രീദേവിയും കൃഷ്ണനെയും വിളിച്ച് സന്തോഷ വാർത്ത അറിയിക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ വിളിച്ചു പറയാം. എന്തിനാ ശ്രീദേവിയും കൃഷ്ണനെ മാത്രം ആക്കുന്നേ? ആ കാർത്തികിനെ കൂടെ വിളിച്ചറിയിച്ചേക്ക്. മാലിനി, എന്താ ഇത്? വെറുതെ ദേഷ്യപ്പെട്ട് BP കൂട്ടണ്ട. തൽക്കാലം അങ്കിളിനെ ആന്റി ഒന്നും ഈ വിവരം അറിയിക്കണ്ട. എടാ മോനെ, അവരെ അറിയിക്കാതിരിക്കുന്നത് മോശമല്ലേ? ഇവക്കൊരു വിശേഷം ഉണ്ടായിന്നറിഞ്ഞ ശ്രീദേവിക്ക് എന്തുമാത്രം സന്തോഷാവൂന്നറിയൂ. അതൊന്നും അറിയഞ്ഞിട്ടല്ല ഞാനിത് പറഞ്ഞത്. അവരെ അറിയിക്കാതിരിക്കുന്നത് തെറ്റുമാണ്. തൽക്കാലം അറിയിക്കണ്ടെന്ന് ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അങ്കിളും ആന്റിയും കൂടെ നേരെ ഇങ്ങോട്ട് വരും. പിന്നെ എന്താ ഉണ്ടാവുകയെന്ന് അച്ഛമ്മയ്ക്ക് അറിയാലോ. ഇവിടെ കാർത്തിക്കിന്റെ പ്രശ്നം ഇങ്ങനെ കത്തി നിൽക്കുമ്പോ അതിനിടയിലേക്ക് അങ്കിളും ആന്റിയും കൂടി വന്നിറങ്ങിയ ബഹുക്കേമായിരിക്കും. അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് വയ്യെങ്കിൽ വേണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ദേ അമ്മൂമ്മ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ എനിക്ക് വേണ്ടത് കുറച്ച് മനസ്സമാധാനമാണ്. ഉപകാരം ചെയ്തില്ലേലും വേണ്ട, ഉപദ്രവിക്കരുത് പ്ലീസ്. ഇനിയും എന്റെ ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടാക്കാനായാണ് അവന്റെ വരവെങ്കിൽ ഇനി ജീവനോടെ അവൻ ഒളിവി പോവേണ്ടി വരില്ല. കൊന്നു കുഴിച്ചു മൂടും ഞാൻ അവനെ, കേട്ടല്ലോ? അതെ, ഈ മെഡിസിൻ കൂടി ഒന്ന് വാങ്ങി തരണേ. വാങ്ങി വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. ശരി സിസ്റ്റർ. മെഡിസിൻ വാങ്ങണമെന്ന് സിസ്റ്റർ പറഞ്ഞ ഉടനെ നിങ്ങൾ എന്തിനാ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചോണ്ട് വന്നേ? ഞാൻ അത് പിന്നെ ഇപ്പോഴീ മരുന്ന് വാങ്ങണമെന്ന് പറഞ്ഞപ്പോ മഴമോൾ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആകുന്നത് വരെ കൂടെ നിൽക്കാനുള്ള മിനിമം പെർമിഷൻ, അത് വെറും അനുവാദം മാത്രമാ. സുന്ദരി അനുവദിച്ചു തന്ന അവകാശമൊന്നും അല്ല. പതുക്കെ പതുക്കെ മോളുടെ മേൽ അധികാരം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത് അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. താൻ എന്തൊക്കെ മനസ്സിൽ ഉദ്ദേശിക്കുമെന്നും പുറത്ത് എന്തൊക്കെ പ്രകടിപ്പിക്കുമെന്നും കൃത്യമായി അറിയാവുന്ന ആളാ ഞാൻ, കേട്ടല്ലോ? ഇപ്പൊ പഞ്ചപാവമായി വിനീത വിധേയനായി എന്റെ മുന്നിൽ അഭിനയിച്ച് തകർക്കുന്ന തന്റെ ഉള്ളില് വിഷസർപ്പങ്ങൾ പൊളയുന്നത് ഞാൻ കാണുന്നുണ്ട് കാർത്തിക്. ഞാൻ അനുഭവിച്ചതും താനായിട്ട് അനുഭവിപ്പിച്ചതുമായ ഒരു കാര്യങ്ങളും
മറന്നു പോവാതെ ഉള്ളിലിട്ട് നീറി പിടിപ്പിച്ച് ആ ഊർജവുമായി ജീവിക്കുന്നവളാ ഞാൻ. ആ എന്റെ മുന്നിൽ താൻ തകർത്ത് അഭിനയിക്കരുത്. താൻ ഒരു കാര്യം മനസ്സിൽ കുറിച്ചോണം. മഴമോളെ കാണാനുള്ള അനുവാദം എന്നതിനപ്പുറം ഒരു അധികാരവും ഒന്നിന്റെ പേരിലും തനിക്ക് വിട്ടുതരില്ല ഞാൻ. കാരണം മഴമോൾ എന്റേതാ, എന്റേത് മാത്രം. സുന്ദരി, അങ്ങനെ ഒരു ഉദ്ദേശവും. ആ പേര് പോലും താൻ വിളിച്ചേക്കരുത്. അത് കേൾക്കുമ്പോ ചുട്ടു പൊള്ളുക എന്റെ ദേഹം. മോൾക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞും അവൾക്ക് വേണ്ടി മരുന്ന് വാങ്ങിയും അധികാരം സ്ഥാപിച്ചെടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ തന്ന വാക്ക് അതുപോലെ പിൻവലിക്കായിപ്പോ. ഈ നിമിഷം ഇറക്കി വിടിഞ്ഞ്. അറിയാലോ സുന്ദരി ആരാന്ന്. മെഡിസിന്റെ ഈ പ്രിസ്ക്രിപ്ഷൻ ഞാൻ വാങ്ങിയതാണ് പ്രശ്നമെങ്കിൽ ഞാനത് തിരിച്ചു തന്നേക്കാം. മഴമോളെ അകലെ നിന്നൊന്ന് കാണണം. അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട എനിക്ക്. നിർത്തടോ. കാർത്തിക് ചതിയനാണെന്നേ നിനക്കറിയുള്ളൂ സുന്ദരി. അതിനും അപ്പുറമാണ് ഈ കാർത്തിക്. എന്റെ കളികൾ നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. നിനക്കെന്താ മാലിനി ഒരു സന്തോഷമില്ലാത്തത്? സന്തോഷിക്കാൻ എനിക്കിപ്പോ പേടിയാ വിനിതേട്ടാ. അസൂയ തോന്നി ദൈവം വീണ്ടും നമ്മുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തി കളഞ്ഞാലോ? ഇപ്പോ എന്റെ മനസ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി നമ്മുടെ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല. നമ്മുടെ കാത്തിരിപ്പുകൾ അവസാനിച്ചു മാലിനി. വിശേഷമൊന്നും ആയില്ലേന്ന് കുത്തുവാക്കുകൾ ചോദിക്കുന്നവരോട് ഇനി അഭിമാനത്തോടെ നമുക്ക് പറയാം, നമ്മളൊരു അച്ഛനും അമ്മയാവാൻ പോവാണെന്ന്. ഇതുപോലൊരു അവസരത്തിലല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ എന്തൊരു ആഘോഷമായേനെ. അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടാവേണ്ടതായിരുന്നു. പായസം വെച്ചും സദ്യ വിളമ്പിയും ഇതൊരു ഉത്സവമാക്കിയേനെ. ഈ വലിയ സങ്കടത്തിന്റെ ഇടയിലായിപ്പോയല്ലോ വിനിതേട്ടാ നമ്മുടെ ഈ സന്തോഷം. അങ്ങനെ ചിന്തിക്കുന്ന എന്തിനാ മാലിനി? ഒരുപാട് വിഷമം ദൈവം തന്നപ്പോ നമുക്കൊരു സന്തോഷവും തന്നു. എപ്പോഴും ദൈവം അങ്ങനെയാ. കരയിക്കാൻ മാത്രമല്ല, നന്നായി ചിരിപ്പിക്കാനും ദൈവത്തിനറിയാം. ഒറ്റ കാര്യം മാത്രം നീ ചെയ്താ മതി. ഇനി ഇവിടെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. അതിലൊന്നും നീ കയറി ഇടപെടാൻ പോണ്ട. അതിന്റെ വഴിക്ക് പൊക്കോളൂ. നിന്റെ മനസ്സിലുണ്ടാവുന്ന ചെറിയ ടെൻഷൻ പോലും നമ്മുടെ കുഞ്ഞിനെ ആയിരിക്കും ബാധിക്കുന്നത്. എനിക്കറിയാം വിനിതേട്ടാ. സൂക്ഷിക്കണം മോളെ. ഇനിയും മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ടി വരരുത്.